മടങ്ങിയെത്താം. പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷാവിധിക്ക് മുൻപുള്ള വാദം അല്പസമയത്തിനകം ആരംഭിക്കും. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലാണ് വാദം. പ്രതി ചെന്താമരയെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ ചെന്താമരയുടെ വിധി എന്താകുമെന്നുള്ള കാര്യത്തിൽ തീരുമാനം വരാനിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിയെ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? അല്പസമയം മുമ്പാണ് ചെന്താമരയെ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പ്രതിവാദങ്ങൾ ആരംഭിക്കും. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഒരു കേസുമായി ബന്ധപ്പെട്ട വിധി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരളം ഉറ്റുനോക്കുന്ന ഒരു വിധിയാണത്. കാരണം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച രണ്ട് നിഷ്ഠൂര കൊലപാതകങ്ങൾ കഴിഞ്ഞ വർഷം ജനുവിലായിരുന്നു നടന്നിരുന്നത്. നെന്മാറ പോത്തുണ്ടിയിലെ ബോയൻ നഗറിലെ ലക്ഷ്മിയെയും സുധാകരനെയും ക്രൂരമായിട്ടായിരുന്നു ചെന്താമര കൊലപ്പെടുത്തിയിരുന്നത്. അതിനു മുൻപ് തന്റെ ഭാര്യ തന്റെ വീട്ടിൽ നിന്ന് വിട്ടുപോകാൻ കാരണം ഈ സുധാകരന്റെ ഭാര്യയായിട്ടുള്ള സജിതയാണെന്ന് ആരോപിച്ചുകൊണ്ട് 2019 സജിതയെ കൊലപ്പെടുത്തുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിശദമായിട്ടുള്ള വിചാരണയ്ക്ക് ശേഷമായിരുന്നു ചെന്താമരയെ ഇരട്ട ജീവപര്യന്തത്തിന് കോടതി ശിക്ഷിച്ചിരുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് അതിനു മുൻപ് തന്നെ പരോളിൽ ഇറങ്ങിയതിനു ശേഷമായിരുന്നു ചെന്താമര ബോയൻ നഗറിലേക്ക് എത്തുന്നതും സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തുന്നതും. പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചതായി അന്ന് തന്നെ കോടതി വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിർണായക വിധിയിലേക്ക് കോടതി കടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദം കേട്ട സമയത്ത് തന്നെ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അതിരൂക്ഷമായിട്ടായിരുന്നു ചെന്താമരയെ കോടതി വിമർശിച്ചിരുന്നത്. ഒരു തരത്തിലുള്ള കുറ്റബോധവും ഈ കേസുമായി ബന്ധപ്പെട്ട് ചെന്താമരയ്ക്ക് ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് എന്നെ തൂക്കിക്കൊന്നോളൂ എന്നുള്ളതായിരുന്നു ചെന്താമര പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ ആ മേഖലയിലെ പ്രദേശവാസികളുടെ ആശങ്ക, നിലവിൽ കൊല്ലപ്പെട്ടിട്ടുള്ള സജിതയുടെയും സുധാകരന്റെയും മക്കളുടെ ആശങ്ക, അവർ പറയുന്നുണ്ട് ഇനി ഇയാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തങ്ങളെയും കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക മൊഴി കൊടുത്തിട്ടുള്ള പോത്തുണ്ടി ബോയൻ നഗറിലെ അയൽവാസി കൂടിയായിട്ടുള്ള പുഷ്പയെ ഉൾപ്പെടെ കൊലപ്പെടുത്താനുള്ള സാധ്യത ഉണ്ടെന്ന് അവിടെയുള്ള പ്രദേശവാസികൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അതുൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരുന്നു ഈ പ്രോസിക്യൂഷൻ ഇയാൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ മക്കളുടെ ഒരാവശ്യവും പ്രധാനപ്പെട്ട അത് തന്നെയാണ്. പ്രിയപ്പെട്ട അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തി, അമ്മമ്മയെയും കൊലപ്പെടുത്തി, ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തങ്ങളെയും കൊലപ്പെടുത്തും, അയൽവാസികളെയും ബന്ധുക്കളെയും ഉൾപ്പെടെ ഇയാൾ കൊലപ്പെടുത്തും. അതുകൊണ്ട് വധശിക്ഷ മാത്രമാണ് ഇതിലൊരു നീതി ലഭിക്കുന്നൊരു കാരണമാകുക എന്നുള്ളത് മക്കൾ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ സജിത കൊലക്കേസിൽ ഇരട്ട ജീവപര്യന്തം കിട്ടിയ സമയത്ത് അവർ പ്രതീക്ഷിച്ചതല്ല, വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നെന്ന് പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് വധശിക്ഷയുണ്ടാകുമെന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ കോടതി വിധിയുണ്ടാകും. പ്രത്യേകിച്ചും ഇതിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. ഇക്കാലയളവിൽ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള കുറ്റബോധം ചെന്താമരയെ സംബന്ധിച്ചിട്ടുണ്ടായില്ല. വിശേഷം കോടതി അത് ചോദിച്ച ഘട്ടത്തിലും കൊലപ്പെടുത്തിയതിൽ ഒരു കുറ്റബോധവും പ്രകടിപ്പിക്കാനും തയ്യാറായില്ലെന്ന് മാത്രമല്ല, പ്രതികരണം തന്നെയാണ് പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിലെ പ്രതി നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ശിക്ഷാവിധി ഉണ്ടാകും. അതിനു മുമ്പുള്ള വാദം അല്പസമയത്തിനകം ആരംഭിക്കാനിരിക്കുന്നു. പാലക്കാട് അഡീഷണൽ സെഷൻ കോടതിയിലേക്ക് പ്രതിയെ എത്തിച്ചിട്ടുണ്ട്. മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.